എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ സാഞ്ചിയെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ സാഞ്ചിയെ കൈയും കാലും ഒക്കെ പൊക്കി കാണിച്ച് അവന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അടുത്ത നിമിഷം സാഞ്ചി അവിടുന്ന് ഇൻവിസിബിൾ ആയി പോവാണ്. സാഞ്ചിക്ക് എന്ത് സംഭവിച്ചു, അവൻ എവിടെ പോയെന്ന് ചിന്തിച്ച് അവരങ്ങനെ പരസ്പരം നോക്കും. അതേസമയം ഇവിടെ പെട്രോ അവൻ ആ പോണോഗ്ലിഫ് കണ്ടെത്താനായി സബ്മറീനിലേക്ക് കയറും. പക്ഷെ അവനെ കൊണ്ട് ആ സബ്മറീൻ ഓടിക്കാനാവില്ല. അവന്റെ സഹായത്തിന് ഇപ്പോ ബ്രൂക്കിനെ അവനോടൊപ്പം അയക്കും. ഇൻ കേസ് അവർക്ക് ആ പോണോഗ്ലിഫ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ബ്രൂക്കിന് പോണോഗ്ലിഫിന്റെ അടുത്തേക്ക് അവന്റെ സോളിനെ ഉപയോഗിച്ച് അതിന്റെ ഒരു പിക്ചർ എടുക്കാനായിട്ട് കഴിയും. സോ അവർ രണ്ടുപേരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോണോഗ്ലിഫ് തേടി പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഐലാൻഡിലേക്ക് സാഞ്ചിയെ അന്വേഷിച്ച് അങ്ങനെ പതിയെ കയറുകയാണ്. തീർച്ചയായിട്ടും പുട്ടിന്റെ സഹായത്താൽ സാഞ്ചിയെ കണ്ടെത്തി പോണോഗ്ലിഫുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാം എന്നാണ് നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷ. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ പെപ്പോംസ് തിരികെ പോകാൻ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയായിരിക്കും. ബ്രൂക്ക് ആണെങ്കിൽ 15 മീറ്റർ താഴേക്ക് സബ്മറീൻ കൊണ്ടുപോകും. അതാണ് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള പൊസിഷൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അവർക്ക് മുകളിലേക്ക് വരാനായിട്ട് കഴിയും. അതേസമയം ഇവിടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ കപ്പല് സൗത്ത് വെസ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്ത് ഐലാൻഡിലേക്ക് കയറി കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഒരുപാട് കേക്കുകൾ. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ കേക്ക് കണ്ട് നാവിൽ വെള്ളം ഊറി നിൽക്കും. പക്ഷെ നാമി മാത്രം ആത്മസംയമനം പാലിച്ച് അവരുടെ ലക്ഷ്യം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് പോവാണ്. നാമി ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അത് സാഞ്ചി മാത്രമാണ്. ആ ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അത് കേൾക്കേണ്ട താമസം ലൂഫി ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ പേര് വിളിക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട നാമി അവൾ ഓടി വന്ന് ലൂഫിയുടെ വാ പൊത്തിപ്പിടിക്കും. നീ ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കിയ നമ്മൾ വലിയ അപകടത്തിൽ ചെന്നുപെടും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് സത്യത്തിൽ നമ്മൾ കണ്ടത് സാഞ്ചി ആണോന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ അത് നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള ആരുടെയെങ്കിലും കൈവിരുതാവാനും മതി. സോ നമ്മുടെ ഓരോ മൊമെന്റ്സും വളരെയധികം സൂക്ഷിച്ചു വേണം. ആ ഗ്യാപ്പിൽ ചോപ്പർ ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ ക്യാൻഡീസ് എല്ലാം എടുത്ത് തിന്നുകയാണ്. ഇവിടെ ലൂഫി സാഞ്ചിയെ കണ്ട കറക്റ്റ് സ്ഥലം നാമിക്ക് കാണിച്ചു കൊടുക്കും. അവളും ആ മാപ്പ് ചെക്ക് ചെയ്യും. സാഞ്ചിയുടെ കല്യാണ പെണ്ണ് വിട്ടോ അവള് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ലൂഫി സാഞ്ചിയെ കണ്ടത്. അവരാണെങ്കിൽ അവിടെ ചുറ്റും കാര്യമായിട്ടൊന്ന് നിരീക്ഷിക്കും. അപ്പോഴായിരിക്കും ഒരു മരത്തിന്റെ ഏറ്റവും താഴത്തായിട്ട് സാഞ്ചി നിൽക്കുന്നത് കാണാം. ലൂഫി ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് കൈയും കാലും ഒക്കെ പൊക്കി കാണിച്ച് സാഞ്ചിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അടുത്ത സെക്കൻഡ് നമ്മുടെ ആൾക്കാരെ കണ്ടതും ആ കാട്ടിലേക്ക് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ലൂഫിയും ചോപ്പറും ക്യാരറ്റും അവനെ ഫോളോ ചെയ്ത് ആ കാട്ടിലേക്ക് ഓടി പോവാണ്. അവർ ആ കാട്ടിലേക്ക് എത്തി ചുറ്റും നോക്കും. സാഞ്ചിയുടെ പൊടി പോലും അവിടെ കാണാനില്ല. പക്ഷെ എന്താ, ഒരുപാട് ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് തിങ്സ് അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നാമി അവൾക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണേന്ന് പിടികിട്ടില്ല. സാഞ്ചി ആണെങ്കിൽ ഒരിക്കലും അവരെ കണ്ട് ഓടിപ്പോവില്ല. അതുമാത്രമല്ല, സാഞ്ചിയുടെ നിൽപ്പിലും ഓട്ടത്തിലും ഒക്കെ എന്തൊക്കെയോ ചില ഡിഫറൻസ് നാമിക്ക് അനുഭവപ്പെടും. നാമിയും അങ്ങനെ കാര്യമായിട്ടൊക്കെ ആലോചിച്ച് ആ കാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ സാഞ്ചിയുടെ പേര് വിളിച്ച് ആ കാട് മുഴുവൻ കയറി നടക്കും. ലൂഫിക്കാണെങ്കിൽ ആ ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ വായിലൂടെ വെള്ളം ഊറും. സോ ലൂഫി കൂടെയുള്ളവരോട് ഓരോരോ ഭാഗം കാണിച്ചു കൊടുത്ത് സ്പ്ലിറ്റ് ആയിട്ട് എല്ലാവരോടും അന്വേഷിക്കാനായിട്ട് പറയും. പക്ഷെ നാമിക്ക് നന്നായിട്ട് അറിയാം ലൂഫിക്കും ബാക്കിയുള്ളവർക്കും ആ ചോക്ലേറ്റ്സ് അത് കഴിക്കാൻ വേണ്ടിയാണ് കള്ളന്മാര് ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടാക്കുന്നതെന്ന്. അതിന് നാമി പറയും, നിങ്ങൾക്ക് ആവശ്യം ആ ചോക്ലേറ്റ്സ് അല്ലേ, അത് നിങ്ങൾ വേണ്ടത്രയും കഴിച്ചോളൂ. പക്ഷെ ഒരു കാരണവശാലും സ്പ്ലിറ്റായി പോകാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. അവർക്കാണെങ്കിൽ പെർമിഷൻ കിട്ടേണ്ട താമസം കയ്യിൽ കിട്ടിയ ചോക്ലേറ്റ്സ്, ക്യാൻഡീസ് എല്ലാം തിന്നുകയാണ്. അതിനുശേഷം ഒരു ബ്രിഡ്ജിന്റെ അടിയിലുള്ള ജ്യൂസ് അരുവി അവിടേക്ക് ചാടി വന്ന് ആ ജ്യൂസ് കുടിക്കാനായിട്ട് തുടങ്ങും. നാമിയാണെങ്കിൽ നിർത്താതെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് വില്ലന്മാരുടെ കോട്ടയിലാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ സാഞ്ചിയെ അന്വേഷിച്ച് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് തിരികെ പോകണം. നാമി പറഞ്ഞത് കേട്ട് അവരുടനെ ഇപ്പൊ ബ്രിഡ്ജിലേക്ക് കയറി വരും. പക്ഷെ എന്താ, വലിയൊരു ജയന്റ് മുതല അതങ്ങനെ എടുത്തു ചാടി വന്ന് ആ ബ്രിഡ്ജിനെ ബൈറ്റ് ചെയ്യാണ്. എല്ലാവരും നാനാഭാഗത്തേക്ക് ഓടും. പക്ഷെ നാമി അവള് മാത്രം കാല് തട്ടി ആ ബ്രിഡ്ജിൽ തന്നെ വീഴും. മുതലയാണെങ്കിൽ ആ ബ്രിഡ്ജിനെയും നാമിയെയും അങ്ങനെ അകത്താക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ലൂഫി അവൻ ആ ബ്രിഡ്ജിന്റെ ഗ്യാപ്പിലൂടെ നമ്മുടെ നാമിയെ രക്ഷിച്ച് പുറത്തേക്ക് ചാടി വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ ഭയങ്കര ആശ്വാസം. ക്യാരറ്റ് ആണെങ്കിൽ ഫുൾ കലിപ്പില് ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കുകയാണ്. നാമി, നീ ഒരു വാക്ക് മൂളിയാ മതി, അതിനെ ഇടിച്ച് തകർത്ത് ഞാൻ ഇല്ലാതാക്കും. അതിന് ലൂഫി പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് ആക്ച്വലി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല. ഉടനെ ആ മുതലയാണെങ്കിൽ ആ ബ്രിഡ്ജ് ക്യാൻഡി അത് മുഴുവനായിട്ടും കഴിച്ച് നമ്മുടെ ആൾക്കാരെ നോക്കി സിമ്പിളായിട്ട് അവിടുന്ന് കടന്നു പോവാണ്.
ലൂഫി ആണെങ്കിൽ അത് കണ്ട് വമ്പൻ ഒച്ചയ്ക്ക് ഉണ്ടാക്കി അതിനെ സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. നാമി കൈ ചുരുട്ടി അവന്റെ തലയ്ക്കൊരു ഒറ്റ ഇട്ടി വെച്ച് കൊടുക്കും. നിങ്ങളോട് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, സമാധാനപരമായിട്ട് നമ്മൾ സാഞ്ചിയെ അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന്. നിങ്ങൾ ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് നിൽക്കും. അത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും തല താഴ്ത്തി നിൽക്കുകയാണ്. നാമി പറയും, നമുക്ക് എന്തുകൊണ്ട് പുട്ടിങ്ങിന്റെ വാക്ക് അത് വിശ്വസിച്ചുകൂടാ? അവളെ കണ്ടാൽ അറിയാം അവളൊരു നല്ല കുട്ടിയാണെന്ന്. തീർച്ചയായിട്ടും അവൾ നമുക്ക് തന്ന പ്രോമിസ് പ്രകാരം സാഞ്ചിയുമായിട്ട് അവൾ കപ്പലിലേക്ക് എത്തും. സോ നമുക്ക് തിരികെ പോയി കപ്പലിൽ വെയിറ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ അവർക്കാണെങ്കിൽ തിരികെ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു കാട് അത് വിജനമായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് വലിയ അപകടം തന്നെയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അവള് ഇവിടേക്ക് സാഞ്ചി എത്തിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അവനുമായിട്ട് ഒരുമിച്ച് കപ്പലിലേക്ക് പോവാന്ന് പറയും. അത് കേട്ട് നാമി ഇപ്പോ ലൂഫിയെ നോക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകില് മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് അവൾ കാണുക. അവളങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത് കണ്ട ലൂഫിയും തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും അവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടുക. മറ്റൊന്നുമല്ല, നമ്മുടെ ലൂഫിയെ പോലെ തന്നെ മറ്റൊരു ലൂഫി അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഒരേ എക്സ്പ്രഷൻ ഇട്ട് പരസ്പരം നീ ആരാണെന്ന് ചോദിക്കും. എക്സ്പ്രഷൻ നടന്നു വരുന്നത് അവരുടെ പരസ്പരമുള്ള സംസാരം അതെല്ലാം തന്നെ ഒരുപോലെയാണ്. അവർ രണ്ടുപേരും നടന്ന് അടുത്തേക്ക് വരും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. ഇതിലേതാണ് റിയൽ ലൂഫി എന്ന് അവർക്കിപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് രണ്ടുപേർക്കും അവർ മിററിൽ നോക്കുന്നത് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അവർ നാക്ക് പുറത്തിട്ടും വലിച്ചു കയറിയും ഒക്കെ കാണിച്ചും ഡിഫറെന്റ് പോസൊക്കെ ഇട്ട് നോക്കും. പക്ഷെ രണ്ടുപേരും ഒരേ ടൈമിങ്ങിൽ ഒരുപോലെ തന്നെ ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഒരു മരത്തിന്റെ മുകൾ ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ സാഞ്ചി ഇരുന്ന് കാഷ്വലായിട്ട് ക്യാൻഡി കഴിക്കുകയാണ്. സാഞ്ചിയെ കണ്ട ലൂഫിമാരാണെങ്കിൽ അങ്ങനെ സാഞ്ചിയുടെ പേര് വിളിച്ച് ഓടും. പക്ഷെ എന്താ, അടുത്ത നിമിഷം പരസ്പരം കൂട്ടിയിടിച്ച് അവർ തെറിച്ചു വീഴും. സാഞ്ചി ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ അവിടുന്ന് ഓടിപ്പോവും. ഇവിടെ രണ്ട് ലൂഫികളും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബാളം. അതേസമയം ചോപ്പറും ക്യാരറ്റും അവർ രണ്ടുപേരും സാഞ്ചിയുടെ പിന്നാലെ ഓടുകയാണ്. നാമി നിലവിളിച്ചു പറയും, ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ ആരും സ്പ്ലിറ്റ് ചെയ്ത് പോവാനായിട്ട് പാടില്ല. പക്ഷേ ചോപ്പറാണെങ്കിൽ തീർത്തു പറയും, ഇപ്പൊ നമ്മൾ അവനെ മിസ് ചെയ്താ പിന്നീട് നമുക്ക് അവനെ കിട്ടില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും അവനെ പിടിക്കുന്നു പറഞ്ഞ് അവരങ്ങനെ കുതിച്ചു പായും. ലൂഫിയും നാമിയോട് ഇപ്പൊ സാഞ്ചിയെ ഫോളോ ചെയ്യാൻ പറയും. അത് കേട്ട് വേറെ വഴിയില്ലാതെ അവൾ അങ്ങനെ ഫോളോ ചെയ്ത് പോവും. നാമിയാണെങ്കിൽ സാഞ്ചിയെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് അങ്ങനെ ഓടുകയാണ്. അവന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് പറഞ്ഞിട്ട് അവന് പോയിക്കൂടെ? എന്തുകൊണ്ടായിരിക്കും അവനിങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്നൊക്കെ ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ലൂഫി അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവന്റെ ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്യും. അവർ രണ്ടുപേരും ഒരേ ആക്ഷനിൽ ഒരേ പവറിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആ ഗം പവർ പോലും ഈക്വലായിട്ട് യൂസ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ചോപ്പറും ക്യാരറ്റും അവരാണെങ്കിൽ ഓടി ഇപ്പോൾ ഒരു ലോലിപോപ്പ് തോട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവൻ അറിയാവുന്ന ടെക്നിക്സിലൊക്കെ തന്നെ പഞ്ച് ചെയ്ത് നോക്കും. അവസാനമായിട്ട് ആ ഗാറ്റ്ലിംഗ് ടെക്നിക്കിൽ കൂടെ അവൻ ഫൈറ്റ് ചെയ്യും. പക്ഷെ അവന്റെ ഓപ്പോസിറ്റുള്ള ലൂഫി അതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് റിപ്പീറ്റായി അവനോടും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ സ്വരത്തിൽ അവർ രണ്ടുപേരും നീ ആരാണ് എന്ന് ചോദിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.